I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe. പൊതുവെ ഇങ്ങനെ ഒരു ഫാമിലി വ്ളോഗിനോടൊന്നും താല്പര്യമില്ല. നമുക്ക് നല്ലൊരു ലഞ്ച് കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൊതുവെ അത്ര നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. ഇല്ല എന്നല്ല. നമുക്ക് ലുലുവിൻ്റെ അവിടുന്ന് കൾച്ചറേറ്റിലേക്ക് പോകുന്ന വഴി നമുക്ക് മീനോളജി എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല ലഞ്ചാണ്. നമ്മളിടയ്ക്ക് ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാറുള്ളതാണ് ഇവിടെ. ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വലിയൊരു ഫിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളും ഈ വഴി പോകുമ്പോൾ ഇങ്ങോട്ട് കയറാം. നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്, ട്രൈ ചെയ്യും. Everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. മീനോളജി ഇന്നെന്താ പരിപാടി? ഫുഡ് പുറത്ത് ഫിഷ് ഫുഡ് കഴിക്കാൻ ആണോ? ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. ഞാൻ സാധാരണ സന്യനൊരു ഫാമിലി വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച് വിളിച്ചാലേ ഇവിടെ ഇങ്ങനെ മറുപടി പറയാം. ഞാൻ ബാക്കിൽ പാട്ട് കേട്ടിക്കൊള്ളാം. ആക്ഷൻ കിട്ടും. പരീക്ഷല്ലേ? ഫുഡ് കഴിച്ചാൽ അറിയാം. പരീക്ഷയില്ലേ? പഠിക്കണ്ടേ? ഏതിന്റെ എക്സാം? ഏതാ? ലിറ്ററേച്ചർ. മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഫിഷ് പൊരിച്ചതായാലും കറിയായാലും നമ്മൾ ഓർഡർ ചെയ്ത ശേഷമാണ് അവർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനിടയ്ക്ക് സന്നിയും പിള്ളേരൊക്കെ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രൈസൊക്കെ വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. കാളാഞ്ചി, കരിമീൻ, ഓറ, ഹാമോറ്, ബ്രാല്, പ്രോൺസ്, ചെമ്പല്ലി, മാന്തൾ, കടലിലും പുഴയിലൊക്കെ എല്ലാ മത്സ്യം ഇവിടെ ഉണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നല്ല പെടച്ചുകൊണ്ടിരുന്ന ഹാമോറിനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് മേശപ്പുറത്ത് നല്ല വലിപ്പത്തിൽ നല്ല മസാലയൊക്കെ ചേർത്തി പൊരിച്ചടുക്കി കൊടുന്ന് വെച്ചിരിക്കുന്നത്. ഫിഷ് കറി മീൽസ് തന്നെയാണ് ഇന്ന് ഓർഡർ ചെയ്തത് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ വെയിറ്റ് വന്നു. എല്ലാവർക്കും ഇപ്പോൾ ചോറൊക്കെ വിളമ്പി കഴിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാട്ടോ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട്. നമ്മുടെ ഹാമൂർ സെൻറ്ററിൽ കടന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഉഷാറായി. ഇനി ചോറൊക്കെ വിളമ്പി അതിലേക്ക് കറിയും കൂടി വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തുടങ്ങി കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാവരും തൃശ്ശൂർ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് കയറാം കേട്ടോ. ഞാൻ അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. പലതരം ഫിഷൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഇതൊരു 3ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. അപാര ടേസ്റ്റാണ്. പുലിമടയിൽ പെട്ട മാൻകുട്ടീനെ പോലെ ആയിട്ടാ ഫിഷ്. എല്ലാവരും കൂടി പിടിച്ച് വലിച്ച് എല്ലും തോലായി എന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആമൂറ്. ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റാണ്. ഈ ഒരു ഭക്ഷണത്തിന് ശേഷം പാലട പായസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നുണ്ടാവും. പക്ഷേ
നല്ല കോമ്പിനേഷൻ കേട്ടോ. നല്ല ഫിഷ് കറി മീൽസ് എല്ലാം കഴിഞ്ഞൊരു പായസം കുടിക്കുമ്പോഴല്ലോ അതിനും വേറൊരു സുഖമാണ്. ഞങ്ങളപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ തൃപ്തിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ റോഡ് കണ്ടില്ലേ, ഇത് നേരെ ഈ വലത്തോട്ട് നേരെ പോകുന്ന നമ്മുടെ അയ്യന്തോൾ ഉണ്ടല്ലോ, അയ്യന്തോൾ എത്തും കേട്ടോ. അധികം ദൂരമൊന്നുമില്ല. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ലുലു കിടക്കുന്നത്.